വിശദമായ വാർത്തകളിലേക്ക് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കാത്തതിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി കണക്ക് ഹാജരാക്കാൻ എന്താണ് ഇത്ര താമസമെന്ന് ദേവസ്വം ബെഞ്ച് ചോദിക്കുന്നു. കണക്കുകൾ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറാൻ 1 മാസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ഇത്രയും സമയമായി അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ട് കണക്കൊക്കെ പണ്ടേ കൊടുക്കേണ്ടതായിരുന്നു, എന്താണ് താമസം? ദിവിഷെ, കഴിഞ്ഞ സെപ്റ്റംബർ 20-നാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി അനുമതി നൽകിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. 45 ദിവസത്തിനകം അതിന്റെ വരവ് ചെലവ് കണക്കുകൾ സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കണം. സ്പെഷ്യൽ കമ്മീഷണർ അത് ഹൈക്കോടതിയിൽ ഹാജരാക്കണം. ഇതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷേ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം അവസാനിക്കാൻ പോകുന്നു. അപ്പോഴും കണക്ക് ഹൈക്കോടതിയിലേക്കോ സ്പെഷ്യൽ കമ്മീഷണറുടെ കൈകളിലേക്കോ എത്തിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശക്തമായ മുന്നറിയിപ്പ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ കണക്കെവിടെ എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ട് നിങ്ങളിത് വൈകിപ്പിക്കുന്നു എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് നൽകിയ മറുപടി, ഇപ്പോൾ ഈ കണക്കുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം ആ കണക്കുകൾ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകുമെന്നതാണ്. ഈ വീഴ്ചയിൽ ഹൈക്കോടതിക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തമായി നിൽക്കുന്നു. ഈ അയ്യപ്പ സംഗമം അല്ലാതെ തന്നെ പല വിവാദങ്ങൾക്കും വഴിവെച്ചു. അപ്പോൾ അതിന്റെ ഒരു കാര്യകാരണങ്ങൾ കൃത്യമായിട്ട് അതിന്റെ കണക്കുകളൊക്കെ എത്രയും വേഗം കോടതിയിൽ സമർപ്പിച്ച് ദേവസ്വം ബോർഡ് തങ്ങളുടെ പ്രവർത്തനം കൃത്യമായി ചെയ്യുന്നുവെന്നെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നില്ലേ? പിന്നെ എന്താണ് ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടായത്? ആദ്യഘട്ടത്തിൽ മുതൽ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ പണം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നില്ല എന്നതാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സ്പോൺസർഷിപ്പിലൂടെ കിട്ടുന്ന പണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് പണം അനുവദിക്കുന്നു. പിന്നീട് അത് സ്പോൺസർഷിപ്പിലൂടെ കിട്ടുമ്പോൾ ആ പണം ദേവസ്വം അക്കൗണ്ടിലേക്ക് എടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഈ കണക്കുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കണക്ക് ഹാജരാക്കുന്നതിൽ ഇപ്പോഴും കാലതാമസം നേരിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 1 മാസത്തെ സമയം കൂടി ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇനി ഈ ആവശ്യത്തിന് സമയം നീട്ടി നൽകില്ല, കർശനമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ദേവസ്വം ബെഞ്ച് നൽകിയിരിക്കുകയാണ്. അതോടുകൂടി അടുത്ത മാസം ആദ്യ ആഴ്ചയോടുകൂടി ഈ കണക്ക് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറേണ്ടി വരും. അല്ലാത്ത പക്ഷം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ദേവസ്വം ബോർഡിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്.